എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കുന്നു. അതിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയ മീൻ, മീഡിയൻ, മോഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതിൻ്റെ ഫോർമുലാസ് പഠിക്കുന്നു. ഗ്രൂപ്പ്ഡിനും അൺഗ്രൂപ്പ്ഡിനും മീൻ, മീഡിയൻ, മോഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നോക്കുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. A measure of central tendency is a statistical tool that helps describe the central or typical value of a data set. It aims to provide a single value that represents the entire distribution. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കൊരു സെൻട്രൽ അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂ, ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ അല്ലെങ്കിൽ ടിപ്പിക്കൽ വാല്യൂ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിനെയാണ് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ എൻറ്റയർ വാല്യൂവിൻ്റെ ഒരു സിംഗിൾ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്പ് ചെയ്യും. There are three main measures of central tendency: mean, median, mode. Mean, the average value; median, the middle value; mode, the most frequently occurring value. Mean. The mean is another word for average. Mean എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് തന്നെയാണ്. To find the mean, add all the numbers together and divide by how many numbers there are. മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിലെ എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഡേറ്റ സെറ്റ് ഷോഡ്, ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട് 12, 16, 4, 6, 22, 12. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ എത്രയായിരിക്കും? മീൻ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? മീൻ വുഡ് ബി 12 ബിക്കോസ് എന്ത് ചെയ്യണം? 12 + 16 + 4 + 6 + 22 + 12 ചെയ്യുക. എത്ര കിട്ടും? 72 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് അതിൽ? 6. അപ്പോൾ 72 ഡിവൈഡ് ബൈ 6 എത്ര കിട്ടും? 12. ഇനി അടുത്ത് നമുക്ക് മീഡിയൻ എന്താണെന്ന് നോക്കാം. ദ മീഡിയൻ ഈസ് ദ മിഡിൽ നമ്പർ ഇൻ എ സെറ്റ് ഓഫ് ഡേറ്റ. ഒരു ഡേറ്റയിലെ മിഡിൽ നമ്പർ, ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും മീഡിയൻ. ടു ഫൈൻഡ് ദ മീഡിയൻ, അറേഞ്ച് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഡേറ്റ സെറ്റ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ദെൻ ഫൈൻഡ് ദ മിഡിൽ നമ്പർ. ദിസ് ഇസ് ദ മീഡിയൻ. എന്ത് ചെയ്യണം? ഒരു മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ നമ്പേഴ്സിനെ എടുത്ത് സ്മോളസ്റ്റ് തൊട്ട് ലാർജസ്റ്റ് വരെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിലേറ്റവും നടുക്ക് ഏതാ കിടക്കുന്ന അതായിരിക്കും നമ്മുടെ മീഡിയൻ. ഫോർ എക്സാമ്പിൾ, എ ഡേറ്റ സെറ്റ് ഷോഡ്, ഒരു ഡേറ്റ തന്നിട്ടുണ്ട് 68, 79, 10, 15, 72, 55, 42. ഇതിനാദ്യം എന്ത് ചെയ്യണം? ആദ്യം സ്മോളസ്റ്റ് തൊട്ട് ഗ്രേറ്റസ്റ്റ് വരെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അറേഞ്ച് ചെയ്യുക. നോക്കിക്കേ, 10, 15, 42, 55, 68, 72, 79 എന്ന് കിട്ടി. അതിൽ ഏറ്റവും മിഡിലായിട്ട് കിടക്കുന്ന ഏതാ? 55. അപ്പോൾ മീഡിയൻ എത്രയാ? മീഡിയൻ വുഡ് ബി 55. മോഡ്. ദ മോഡ് ഈസ് ദ നമ്പർ ദാറ്റ് ഷോസ് അപ്പ് മോസ്റ്റ് ഓഫൻ ഇൻ എ ഡേറ്റ സെറ്റ്. ഒരു ഡേറ്റ സെറ്റിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ആ നമ്പറിനെ മോഡ് എന്ന് വിളിക്കും. യു ക്യാൻ ഹാവ് മോർ ദാൻ വൺ മോഡ് ഫോർ എ സെറ്റ് ഓഫ് ഡേറ്റ. ദിസ് ഇസ് കോൾഡ് ബൈ മോഡൽ. ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ മോഡ്സ് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഡേറ്റ നമ്മൾ ബൈ മോഡൽ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഡേറ്റ സെറ്റ് ഷോഡ്, ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട് 67, 27, 46, 21, 46, 29, 67, 28, 65, 67, 10. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഏത് നമ്പറാ? 67. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് 3 പ്രാവശ്യം ഇല്ലേ? സോ ദ മോഡ് വുഡ് ബി 67. ഇപ്പം നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീനും മീഡിയനും മോഡും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് വൺ മീൻ. മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ 1, 2, 3, 4, 5 ആണ് നമ്പേഴ്സ് തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ മീൻ എങ്ങനെ കാണാം? 1 + 2 + 3 + 4 + 5 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 50. പിന്നെ 15 എന്ത് ചെയ്യണം? എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 അല്ലേ? അപ്പോൾ 15 ഡിവൈഡ് ബൈ 5 3 കിട്ടും. ഇനി മീഡിയൻ നോക്കിക്കേ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ വാല്യൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് തൊട്ട് ലാർജസ്റ്റ് വരെ അറേഞ്ച് ചെയ്യണം. ആദ്യം 1, 2, 3, 4, 5 എന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ മിഡിൽ ഏതാ വരുന്നത്? 3. അപ്പോൾ മീഡിയൻ എത്ര? 3. ഇനി മോഡ്, ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് ദ മോസ്റ്റ് ഓഫൺ. ഈ ഡേറ്റ സെറ്റ് നോക്കിക്കേ, 5, 1, 3, 4, 2, 1. അതിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന ഏത് നമ്പറാണ്? 1. സോ മോഡ് എന്ന് പറയുന്നത് 1. ഇനി മീഡിയൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പറയുന്നത്.
ഇപ്പം നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, n+1/2th ഒബ്സർവേഷൻ. നമ്മൾ സാധാരണ അറേഞ്ച് ചെയ്ത് നടുക്ക് വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ മീഡിയൻ. പക്ഷേ ഇത് നമ്പേഴ്സിൻ്റെ എണ്ണം ഈവൻ ആണെങ്കിൽ നമ്മളെന്താ, 2 നമ്പേഴ്സ് വരത്തില്ല അപ്പോൾ നടുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. ആ n/2th ടേമും n+1/2th ടേമും കൂടെ ആഡ് ചെയ്തിട്ട് /2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മീഡിയൻ കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മീഡിയൻ നോക്കിക്കേ, നമ്പർ ഓഫ് വാല്യൂസ് ഈസ് ഓഡ്. നോക്കിക്കേ, 8, 11, 15, 18, 24, 30, 31. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 ഓഡാണ്. ഓഡായതുകൊണ്ട് എന്തായിരിക്കും മീഡിയൻ? അതിനെ എന്ത് ചെയ്യണം, ആദ്യം സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യുക. അതിൻ്റെ മിഡിലിൽ ഏതാണ് നമ്പറാണ് വരുന്നത് അതായിരിക്കും അതിൻ്റെ മീഡിയൻ. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് വാല്യൂസ് ഈസ് ഈവൻ ആണ്. നോക്കിക്കേ, 11, 15, 18, 24, 30, 31. അത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ നടുക്ക് നോക്കിക്കേ, 2 നമ്പേഴ്സ് വരുന്നില്ലേ, 18 വരുന്നുണ്ട്, 24 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്തായിരിക്കും? എന്ത് ചെയ്യണം, 18 + 24 /2 ചെയ്താൽ മതി. 18 + 24 എത്രയാണ്? 42. 42 /2 21. അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്താ? 21. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആദ്യം അതിനെ അറേഞ്ച് ചെയ്യുക സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക്. എന്നിട്ട് നടുക്ക് 2 നമ്പേഴ്സ് വരുന്നുണ്ട്, എന്ത് ചെയ്യണം, ആ 2 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് /2 ചെയ്താൽ മതി. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീനും മീഡിയനും മോഡും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നോക്കിക്കോ, ഒരു ഫ്രീക്വൻസി ടേബിൾ അവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഫ്രീക്വൻസി ടേബിളിൽ 3 കോളായിട്ട് തിരിച്ചിരിക്കുന്നു: ക്ലാസ്, ടാലി, മാർക്ക്, ഫ്രീക്വൻസി. ഈ 3 കോളത്തിൽ എന്താ, ക്ലാസ്സിൽ എന്ത് എഴുതിയിട്ടുണ്ട്? 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25 ആണ് ക്ലാസ്. പിന്നെ ടാലി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ആ ടാലി മാർക്ക് എണ്ണി ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. ഇതൊരു ഫ്രീക്വൻസി ടേബിളിനാണ്. ഇതൊരു ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീനും മീഡിയനും മോഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 4 കോളം വിളിക്കുന്നു. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ക്ലാസ്, പിന്നെ സെക്കൻഡ് ഫ്രീക്വൻസി, പിന്നെ മിഡ് വാല്യൂ, പിന്നെ ടോട്ടൽ FIXA ആണ് എഴുതിയിരിക്കുന്നത്. ഇനി മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ആദ്യം ക്ലാസ് എഴുതി, പിന്നെ ഫ്രീക്വൻസി എഴുതി 1, 3, 16, 10, 4. ഫ്രീക്വൻസി നമ്മൾ FI എന്നാണ് വിളിക്കുന്നത്. അടുത്ത് മിഡ് വാല്യൂ എഴുതി. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, XA എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ഓരോ ക്ലാസ് /2 ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, ആദ്യം 0 + 5/2 ചെയ്യും. 0 + 5/2 ചെയ്യും. 0 + 5/2 എന്ത് വരും? 2.5 അല്ലേ? 5/2 2.5. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ മിഡ് വാല്യൂ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതേപോലെ 5 + 10 /2 ചെയ്യുമ്പോൾ 7.5. പിന്നെ 10 + 15 /2 ചെയ്യുമ്പോൾ 12.5. പിന്നെ 15 + 20 /2 ചെയ്യുമ്പോൾ 17.5. പിന്നെ 20 + 25 /2 ചെയ്യുമ്പോൾ 22.5 എന്ന് കിട്ടും. അതാണ് മിഡ് വാല്യൂ ആയിട്ട് കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് എന്താ ഉള്ളത്? ടോട്ടൽ FIXA എന്ന് വെച്ചാൽ എന്തോ, ഓരോ ഫ്രീക്വൻസിയെ ഓരോ മിഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ 1 × 2.5 ചെയ്യുമ്പോൾ 2.5, 3 × 7.5 ചെയ്യുമ്പോൾ 22.5, 16 × 12.5 ചെയ്യുമ്പോൾ 200, 10 × 17.5 ചെയ്യുമ്പോൾ 175, പിന്നെ 4 × 22.5 ചെയ്യുമ്പോൾ 90 കിട്ടുന്നു. അതാണ് നമ്മൾ FIXA എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ FIXA എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 490 എന്ന് കിട്ടി. ഇനി നമുക്കെന്താ, അത് കിട്ടി. പിന്നെ ടോട്ടൽ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതി. 1 + 3 + 16 + 10 + 4 കൂടെ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 34 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല നോക്കിക്കേ, ഇതാണ് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല. എന്താ? സിഗ്മ FIXA/N. എന്തുവാ? സിഗ്മ FIXA/N. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ FIXA എന്ന് പറഞ്ഞാൽ എന്താ, ഈ FIXA എല്ലാത്തിനും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 490 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു, ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 34 കിട്ടി. അതാണ് N. അപ്പോൾ 490 ഡിവൈഡ് ബൈ 34 കിട്ടി. 490 34 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14.41. അതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. കണ്ടോ, മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു ക്ലാസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെ FIXA കണ്ടുപിടിക്കണം, എന്നിട്ട് ടോട്ടൽ FIXA കാണുക,
ടോട്ടൽ ഫ്രീക്വൻസി കാണുക. ടോട്ടൽ FI/XI ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ FI/XI ബൈ ക്യാപിറ്റൽ N. അടുത്ത നമുക്ക് മീഡിയം കണ്ടുപിടിക്കാം. മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ സെയിം ഫ്രീക്വൻസി ടേബിൾ എടുത്ത് എഴുതി. നോക്കിക്കേ, ക്ലാസ്സും ഫ്രീക്വൻസി എഴുതിയിരിക്കുന്നുണ്ടോ? ക്ലാസ് 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഫ്രീക്വൻസി എഴുതി 1, 3, 16, 10, 4. പിന്നെ നമ്മൾ വേറൊരു കോളം കൂടെ വരച്ചു. അതെന്താ? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഫസ്റ്റ് എന്താ? ഫ്രീക്വൻസി 1 അല്ലേ? ആ 1 തന്നെ എടുത്ത് എഴുതി. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ 1ൻ്റെ കൂടെ രണ്ടാമത് എടുക്കുന്ന ഫ്രീക്വൻസി എത്ര? ഇവിടെ 3 അല്ലേ? ഈ 1ഉം 3ഉം കൂടെ ആഡ് ചെയ്തു. 1ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 4. അതാണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ 4ഉം ഇവിടുത്തെ 16ഉം, ഫ്രീക്വൻസി 16 അല്ലേ? 4ഉം 16ഉം കൂടെ ആഡ് ചെയ്തു. 4ഉം 16ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 20. അതാണ് നമ്മൾ മൂന്നാമത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 20യെ അടുത്ത് കിടക്കുന്നത് എത്രയാ? 10 അല്ലേ ഫ്രീക്വൻസി? ആ 20യും 10നെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30. അതാണ് നമ്മൾ അടുത്ത ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 30യെയും 4നെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34. അതാണ് ലാസ്റ്റ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടിയത്. അപ്പോൾ 34 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതിൻ്റെ ഫുൾ ടോട്ടൽ അല്ലേ 34 എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ മീൻ കണ്ടുപിടിക്കാൻ നേരത്തെ ഇതിൻ്റെ N കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 34 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ എന്ത് കിട്ടി? ലാസ്റ്റ് നമുക്ക് 34 എന്നും കിട്ടണം. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം 1 എടുത്ത് എഴുതി. 1ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 4 കിട്ടി. പിന്നെ 4ൻ്റെ കൂടെ 16 കൂട്ടിയപ്പോൾ 20 കിട്ടി. 20യുടെ കൂടെ 10 കൂട്ടിയപ്പോൾ 30 കിട്ടി. 30യുടെ കൂടെ 4 കൂട്ടിയപ്പോൾ 34 കിട്ടി. അത്ര എടുത്ത് എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്തത്. സിഗ്മ FI = 34. പിന്നെ എന്ത് ചെയ്തു? ആ ക്യാപിറ്റൽ Nനെ ഡിവൈഡ് ബൈ 2 ചെയ്തു. അത് നമുക്ക് ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചിട്ട് 34 ഡിവൈഡ് ബൈ 2 17 കിട്ടി. 34 ഡിവൈഡ് ബൈ 2 17 കിട്ടിയില്ലേ? അപ്പോൾ 17 ഇവിടെ എവിടെയാണ്? ഏതിലാണ് വരുന്നത്? ഫ്രീക്വൻസി നോക്കിക്കേ. 17 ഈ ടേബിളിൽ ഏത് കോളത്തിലാണ്, ഏത് റോയിലാണ് വരുന്നത്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അടുത്ത് എവിടെയാണ് കിടക്കുന്നത്? 20യുടെ അടുത്തല്ലേ കിടക്കുന്നത്? മൂന്നാമതുള്ളത്. അപ്പോൾ നമുക്ക് അതാണ് മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. എന്തുവാ? ഈ 70 നമ്മൾ N/2 കണ്ടുപിടിച്ചില്ലേ? ആ N/2 17 ആയതുകൊണ്ട് 70 ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 20യുടെ അവിടെ അടുത്തല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മൂന്നാമത് കിടക്കുന്നതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. നോക്കിക്കേ, ഇതാണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. മീഡിയൻ ഈസ് ഈക്വൽ ടു L + N/2 മൈനസ് ക്യാപിറ്റൽ F ഡിവൈഡഡ് ബൈ സ്മോൾ f ഇൻറ്റു I. എന്തുവാ? മീഡിയൻ ഈസ് ഈക്വൽ ടു L + N/2 മൈനസ് ക്യാപിറ്റൽ F ഡിവൈഡഡ് ബൈ സ്മോൾ f ഇൻറ്റു I. I എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവൽ ഇവിടെ നോക്കിക്കേ. 5ൽ നിന്ന് 0 അടച്ചാൽ 5, 10ൽ നിന്ന് 5 കുറച്ചാൽ 5. അപ്പോൾ അവിടുത്തെ ക്ലാസ് ഇൻ്റർവൽ എത്രയാണ്? 5. അപ്പോൾ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ഇവിടുത്തെ മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 10, 15 ആണെന്ന് പറഞ്ഞില്ലേ? ആ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് നോക്കിക്കേ, 10 അല്ലേ? അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ഈക്വൽ ടു 10 ആണ് നമ്മുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്തുവാ? ടോട്ടൽ ഓഫ് ഓൾ ഫ്രീക്വൻസി. ക്യാപിറ്റൽ N നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇവിടെ? 34. അതാണ് നമ്മുടെ ക്യാപിറ്റൽ N. പിന്നെ ക്യാപിറ്റൽ F എന്താ? ടോട്ടൽ ഓഫ് ഓൾ ഫ്രീക്വൻസി എബോവ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളില്ലേ? അതിലെ മോളിൽ കിടക്കുന്നതാണ് നമ്മൾ ടോട്ടലാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ F എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ മീഡിയൻ ക്ലാസ് 10, 15 ഇതല്ലേ? അതിൻ്റെ തൊട്ട് മോളിൽ കിടക്കുന്ന ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 4 ആണ് നമ്മുടെ ക്യാപിറ്റൽ F എന്ന് പറയുന്നത്. നമ്മുടെ F എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. എങ്ങനെ കിട്ടിയത്? മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മോളിൽ കിടക്കുന്ന ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്യാപിറ്റൽ 4. അടുത്ത സ്മോൾ f എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. നമ്മുടെ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 16 അല്ലേ? അതാണ് നമ്മുടെ സ്മോൾ f എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? അതെല്ലാം ഇട്ട് കൊടുത്താൽ മതി ആ ഫോർമുലയിലേക്ക്. എന്തുവാ? L + N/2 മൈനസ് F/ സ്മോൾ f ഇൻറ്റു I അല്ലേ നമ്മുടെ മീഡിയൻ്റെ ഫോർമുല? അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തുവാ? ക്യാപിറ്റൽ N എത്രയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 10 + N 34 ഡിവൈഡ് ബൈ 2 മൈനസ്
എന്തുവായിരുന്നു ക്യാപിറ്റൽ എഫ് 4 ഡിവൈഡഡ് ബൈ സ്മോൾ എഫ് 16 ഇൻറ്റു 5. സോൾവ് ചെയ്യുമ്പോൾ 10 പ്ലസ് 34 ഡിവൈഡ് ബൈ 2 എത്രയാണ് 17 മൈനസ് 4 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും ഇൻറ്റു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 13 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 5 ഈക്വൽ ടു 10 പ്ലസ് 0.812 into 5 that is equal to 10 plus 4.062 equal to 14.062 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ്സും ഫ്രീക്വൻസി എഴുതി വെച്ചു. ക്ലാസ് നോക്കിക്കേ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഫ്രീക്വൻസി എഴുതി 1, 3, 16, 10, 4 എഴുതി. മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കിക്കേ. മോഡ് ഈക്വൽ ടു L plus F1 by F plus F1 plus F minus 1 into I. എന്തുവാ മോഡ് കണ്ടുപിടിക്കുന്നത്? L plus F1 by F1 plus F minus 1 into I. ഇതിൻ്റെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. L എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ മീഡിയനിൽ പറഞ്ഞ പോലെ ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. ഇവിടെ നമ്മൾ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുകയും അത് ഞാൻ പറയാവേ. I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ. F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് ബിലോ ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിന് ജസ്റ്റ് ബിലോ കിടക്കുന്ന ഫ്രീക്വൻസി. F minus 1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് എബോവ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഫ്രീക്വൻസി. ഇവിടെ മോഡൽ ക്ലാസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിംഗ് അല്ലേ. അപ്പോൾ ഈ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നത് ഏതാ? 16 അല്ലേ. ഫ്രീക്വൻസി കൂടുതലുള്ളത് 16. അപ്പോൾ ഇവിടുത്തെ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? 10, 15 ആണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടുത്തെ മോഡൽ ക്ലാസ് 10, 15. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നത് 16ലാണ്. അതുകൊണ്ട് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 10, 15. മോഡൽ ക്ലാസ് 10, 15. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ. L എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ് 10. പിന്നെ I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ 5 തന്നെ. F1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് ബിലോ ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിന് തൊട്ട് താഴെ കിടക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്? 10 അല്ലേ. അതാണ് 10 എന്ന് എഴുതിയിരിക്കുന്നത്. F minus 1 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് എബോവ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഫ്രീക്വൻസി. ഇവിടെ എത്രയാണ്? 3 അല്ലേ. അതാണ് 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മോഡ് എന്താ? മോഡ് ഈക്വൽ ടു L plus F1 by F1 plus F minus 1 into I. അപ്പോൾ 10 plus 10 F1 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10 by 10 plus 3 into 5 that is equal to 10 plus 10 by 13 into 5 equal to 10 plus 0.76 into 5 that is equal to 10 plus 3.846 that is equal to 13.846 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീനും മീഡിയനും മോഡും നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനും മീഡിയനും മോഡും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ മീനും മീഡിയനും മോഡും കണ്ടുപിടിച്ചു. നമ്മൾ ഗ്രൂപ്പ്ഡിൻ്റെയും അൺഗ്രൂപ്പ്ഡിൻ്റെയും മീനും മീഡിയനും മോഡ് കണ്ടുപിടിച്ചു. മീൻ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ബാർ എന്ന് പറയുന്നത് x1 + x2 + എക്സെട്ര xn/n എന്നും, ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിലോ എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ fi xi/xn. fi എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. xi എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് fi xi മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ സം ചെയ്തപ്പോൾ മീൻ കിട്ടി. അതേപോലെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിച്ചേ? അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ n ഓഡ് ആണെങ്കിൽ n+1/2 ടൈം, അതായത് മിഡിൽ ടൈം. ഇഫ് n ഈവൻ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചു? 2 മിഡിൽ ടൈം വരും. അപ്പോൾ n/2 ടൈം പ്ലസ് n/2 + 1 ടൈം ഡിവൈഡ് ബൈ 2 അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിലോ മീഡിയൻ എങ്ങനെ കണ്ടുപിടിച്ചേ? L + n/2 മൈനസ് ക്യാപിറ്റൽ F ബൈ സ്മോൾ f ഇൻറ്റു I. L എന്താണ്? n എന്താണ്? ക്യാപിറ്റൽ F എന്താണ്? സ്മോൾ f എന്താണ്? I എന്താണെന്നൊക്കെ നോക്കുക. മോഡ് എങ്ങനെ കണ്ടുപിടിച്ചേ? മോഡെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ്. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ മോസ്റ്റ് കോമൺ വാല്യൂ, ഗ്രൂപ്പ്ഡ് ആണെങ്കിലോ L + F1 by F1 + F minus 1 into I. അതിൻ്റെ F1 F minus 1ഉം L Iയും എന്തുവെന്നൊക്കെ നോക്കുക. അങ്ങനെ നമ്മൾ മീനും മീഡിയനും മോഡും കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.